ആകെ ഭയത്തിലാണ് ഇസ്രായേൽ. ഭരണാധികാരികളും ജനങ്ങളും ആശങ്കയിലും ഭയത്തിലുമാണ് കഴിയുന്നത്. ശക്തമായ ആക്രമണമാണ് രാജ്യത്തിന് നേർക്ക് ഹിസ്ബുള്ള അഴിച്ചുവിടുന്നത്. ലെബനനിലും ഗസയിലും ആക്രമണം തുടരുന്നതിനൊപ്പം സ്വന്തം രാജ്യത്തും ഇസ്രായേൽ കനത്ത ആക്രമണമാണ് നേരിടുന്നത്. ഇസ്രായേലിൻ്റെ ഇൻ്റർസെപ്റ്റർ മിസൈൽ ഇസ്രായേലിലെ തന്നെ എലാട്ട് മേഖലയിൽ പതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഡ്രോണിനെ വെടിവെച്ചിടാൻ ശ്രമിക്കുന്നതിനിടെയാണ് മിസൈൽ പതിച്ചതെന്നാണ് IDF വിശദീകരിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി IDF അറിയിച്ചു. മിസൈൽ പതിച്ചത് ജനങ്ങളെ പരിഭ്രാന്തരാക്കി. ഡ്രോണിനെ പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെടുകയും മിസൈൽ ഇസ്രായേൽ മേഖലയിൽ തന്നെ പതിക്കുകയുമായിരുന്നു. നവംബർ 17-നാണ് സംഭവം നടന്നത്. ഇൻ്റർസെപ്റ്റർ മിസൈൽ ആകാശത്തേക്ക് കുതിച്ചു പായുന്നതും തുടർന്ന് താഴേക്ക് തന്നെ പതിക്കുന്നതും വീഡിയോയിൽ കാണാം. തീരപ്രദേശത്തെ ഒരു ഹോട്ടലിന് സമീപമാണ് മിസൈൽ പതിച്ചത്. മിസൈൽ പതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നിരവധി പേർ പകർത്തുകയും ചെയ്തു. സംഭവം ഇസ്രായേൽ സൈന്യത്തിൻ്റെ വിശ്വാസ്യതയിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. ദീർഘനാളായി തുടരുന്ന യുദ്ധം പട്ടാളക്കാരുടെ മനോവീര്യവും കാര്യക്ഷമതയും നഷ്ടപ്പെടുത്തിയോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. പശ്ചിമേഷ്യയെ ആകെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ശക്തമായ തിരിച്ചടി ഇറാൻ നൽകിയിരുന്നു. അരമണിക്കൂറിൽ 400-ലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ടെലവീവിൽ പതിച്ചത്. ഇത് ഇസ്രായേലിൻ്റെ സകല കണക്കുകൂട്ടലുകൾക്കും അപ്പുറമായിരുന്നു. ഗസയിലെ ജനങ്ങളെയും ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കളെയും കൊന്നതിന് മറുപടിയായാണ് ഇസ്രായേലിലേക്ക് ഡസൻ കണക്കിന് മിസൈലുകൾ പ്രയോഗിച്ചത്. തകർന്നടിഞ്ഞത് പേരുകേട്ട ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനം കൂടിയാണ്. പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് പതിയിരുന്ന ഇറാൻ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിനു മുന്നിൽ ഇസ്രായേൽ പകച്ചു നിൽക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. റഷ്യയുടെ പിന്തുണ ഉറപ്പിച്ച ശേഷമാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതെന്നാണ് അമേരിക്ക പോലും കരുതുന്നത്. അങ്ങനെയെങ്കിൽ അമേരിക്ക ഇടപെട്ടാൽ റഷ്യ ഇറാന് വേണ്ടി പരസ്യമായി തന്നെ രംഗത്തിറങ്ങുന്ന കാര്യവും ഉറപ്പാണ്. ഇസ്രായേൽ സൈന്യം ലെബനനെ കരമാർഗം ആക്രമിച്ചു തുടങ്ങിയതോടെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ലെബനനിൽപ്പെട്ട ഇസ്രായേൽ സൈനികരും ഇതോടെ കുടുങ്ങുന്ന അവസ്ഥയിലാണ്. രാജ്യം അതിൻ്റെ ഏറ്റവും അപകടകരമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. 1 ദശലക്ഷം ആളുകൾ പലായനം ചെയ്തിട്ടുണ്ടെന്നും ലെബനീസ് പ്രധാനമന്ത്രി പറയുമ്പോൾ മരിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞ് ലക്ഷങ്ങളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഇത് ഇസ്രായേൽ സൈന്യത്തിന് ലെബനനിൽ വലിയ വെല്ലുവിളിയാണ്. ഇസ്രായേൽ തലസ്ഥാനത്തുൾപ്പെടെ മിസൈൽ ആക്രമണത്തിനൊപ്പം തന്നെ ചാവേറുകളും പൊട്ടിത്തെറിക്കുന്നുണ്ട്. അത്യന്തം ഭീതിജനകമായ അവസ്ഥയാണിത്. അതിനിടെ ഹിസ്ബുള്ളയ്ക്ക് മറ്റൊരു ഉന്നത നേതാവിനെ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് അഫീഫാണ് കൊല്ലപ്പെട്ടത്. മധ്യ ബൈറൂത്തിൽ നടന്ന ആക്രമണത്തിലാണ് അഫീഫ് കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ളയുടെ മാധ്യമ വിഭാഗം തലവനായിരുന്നു അഫീഫ്. സിറിയൻ ബാത്ത് പാർട്ടിയുടെ ലെബനനിലെ റാസൽ നാബയിലുള്ള ഓഫീസ് ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിലാണ് അഫീഫിൻ്റെ ജീവൻ നഷ്ടമായത്. ലെബനനിൽ ഇസ്രായേൽ വധിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഹിസ്ബുള്ള നേതാവാണ് മുഹമ്മദ് അഫീഫ്. ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്.